സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ബുധനാഴ്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. കോട്ടയം തിരുനക്കരയിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മത സാമുദായിക നേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും ഉപവാസത്തെ അഭിസംബോധന ചെയ്യും. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിനാകെ ശാപമായ സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതിരോധം തീർത്ത് ഉപവാസ സമരം സംഘടിപ്പിക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. പറഞ്ഞു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഉപവാസം. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഈ സമൂഹത്തിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മുടെ പട്ടണത്തിലും ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരിക്കുകയാണ്. ആ ദുരന്തത്തിനെതിരായും ഇതിൻ്റെ വ്യാപനത്തിനെതിരായും വളരെ ശക്തമായ രൂപത്തിലുള്ള ജനപ്രതിരോധം ഉയർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത 30-ാം തീയതി ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഉപവാസം ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും കൂടി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിനകത്തൊരു തീരുമാനമെടുത്തു. എല്ലാ ആളുകൾക്കും യോജിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേരാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ് പ്രോഗ്രാമായി ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഉപവാസത്തിൻ്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ നിർവഹിക്കുന്നതും സമാപനം കെ.പി.സി.സി പ്രസിഡന്റ് ശ്രീ കെ. സുധാകരൻ സമാപന പ്രസംഗം നടത്തുന്നതാണ്. രാവിലെ 9-ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉപവാസം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ സംസാരിക്കും. ഫ്രാൻസിസ് ജോർജ് എം.പി, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ, സംവിധായകൻ ജയരാജ്, നടൻ പ്രേം പ്രകാശ് തുടങ്ങിയവരും സംസാരിക്കുമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. ഉപവാസ സമരത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ഗാനത്തിന്റെ സമർപ്പണം നടൻ പ്രേം പ്രകാശ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.